ഓക്കെ, കോവിഡ് വന്നു. അവനിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. പക്ഷേ എന്നും അവനിവിടെ തന്നെ കാണുമോ? ഇല്ല. കോവിഡിനുള്ള മരുന്ന്, വാക്സിൻ, ഇതിനൊക്കെ വേണ്ടി ലോകം മുഴുവൻ പണിയെടുത്തോണ്ടിരിക്കുന്നല്ലേ. മരുന്ന് റെഡിയാവുന്നത് വരെ നമ്മൾ റിലാക്സ്ഡ് ആവരുത്, ഒരു റിസ്ക്കും എടുക്കരുത്. അതുവരെ നമ്മൾ കോവിഡിനെ തടയണം. ഒരു കാരണവശാലും അടുപ്പിക്കരുത്. നാട്ടിൽ പടരാൻ അനുവദിക്കരുത്. നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന കരുതൽ ഒന്നുകൂടെ ഉറപ്പിക്കണം. പുതുതായിട്ട് ഒന്നും ചെയ്യണ്ട, എല്ലാം നമുക്ക് അറിയുന്നത് തന്നെ. സാമൂഹിക അകലം നിർബന്ധമായും പാലിക്കുക. ആൾക്കൂട്ടവും പരിപാടി ഒന്നും വേണ്ട. കുറച്ച് നാളുകൂടി. വൃത്തിയുടെ കാര്യത്തിൽ ഒരു ചാൻസ് എടുക്കണ്ട. കൈ കഴുകുക, പരിസരം വൃത്തിയാക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക. മാസ്ക് ആണ് മച്ചാൻ. മാസ്ക് ഇല്ലാതെ പുറത്തു പോരുത്. മറ്റുള്ളവരുടെ സുരക്ഷ നമ്മുടെ കരുതലാണ്. എന്റെ കരുതൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി. നമ്മൾ ഓരോരുത്തരും കരുതണം നമ്മുടെ നാടിന് വേണ്ടി. നമസ്കാരം, എൻ്റെ പേര് ആസാദ്. ഞാൻ കൂത്തുപറമ്പ് SHO ആണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്, നിങ്ങൾ വീടുകളിൽ ക്വാറന്റൈനായി ഇരിക്കുകയാണ്. ക്വാറന്റൈനായിട്ട് വീട്ടിലിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, COVID-19 വ്യാപനം തടയാൻ ഏക മാർഗം സാമൂഹ്യ അകലം പാലിക്കുക എന്നുള്ളതാണ്. സാമൂഹ്യ അകലം പാലിക്കാൻ നിങ്ങളുടെ വീടുകളിൽ തന്നെ ഇരിക്കുക. നിങ്ങളുടെ അത്യാവശ്യങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് വന്ന നമ്മുടെ പോലീസ് സഹോദരന്മാരുണ്ട്, അവരെ വിളിക്കാം. അതുപോലെ ഹെൽത്തിന്റെ ആൾക്കാരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ മൊബൈലിലേക്ക് ഞങ്ങൾ തന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്, ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡോക്ടറോട് സമീപിക്കാം. നിങ്ങളുടെ മറ്റ് ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റാം. സാമൂഹ്യ അകലം പാലിക്കാൻ വേണ്ടി നിങ്ങളുടെ സഹായം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നിങ്ങളിപ്പോൾ അതർ സ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ വന്നവരാണ്. നിങ്ങളുടെ വീടുകളിൽ ഈ 14 ദിവസം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് സാമൂഹ്യ വ്യാപനം തടയാൻ പറ്റും. നിങ്ങളുടെ സഹായത്തിന് ഞങ്ങളുടെ കൂത്തുപറമ്പ് ജനമൈത്രി പോലീസുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി ആവശ്യമുണ്ട്. സാമൂഹ്യ അകലം പാലിക്കുക. നമ്മുടെ ആൾക്കാരുടെ ഈ ശീലങ്ങൾ കൊണ്ടുവരാൻ, അതായത് മാസ്ക് ധരിക്കുക, അതുപോലെ പൊതുസ്ഥലങ്ങളിൽ ശുചിത്വം പാലിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, വെള്ളം ഉപയോഗിച്ചുകൊണ്ട്, സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കഴുകാൻ ഉള്ള ഒരു ശീലം നിങ്ങളുടെ പരിചയക്കാരിലേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുക. നല്ലൊരു നന്മ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കും. നമസ്കാരം, ഞാൻ ഉപേന്ദ്രൻ നവരസ. പ്രിയമുള്ളവരെ, നമ്മൾ കൂട്ടുകാർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന മൂന്നല്ല നമ്മളൊന്ന് എന്ന ഈ കൊച്ചു സിനിമ ബഹുമാന്യ പ്രേക്ഷക സമക്ഷം സമർപ്പിക്കുകയാണ്. അവരവരുടെ വീടുകളിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് മൊബൈൽ ക്യാമറയിൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചിത്രീകരിച്ച സിനിമയുടെ പോരായ്മകൾ ക്ഷമിച്ചുകൊണ്ട് വളർന്നുവരുന്ന കലാകാരന്മാർക്ക് ഊർജവും ആവേശവുമേകാൻ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ആവശ്യമാണ്. അനുഗ്രഹിച്ചാലും. അഭിമാനിക്കാം മലയാളികൾക്ക് അഭിമാനിക്കാം മലയാളികൾക്ക് അഭിമാനിക്കാം. വികസിത രാജ്യങ്ങളെല്ലാം മരണഭീതിയിൽ പകച്ചു. വികസിത രാജ്യങ്ങളെല്ലാം മരണഭീതിയിൽ പകച്ചു. തലകുനിച്ചു വഴിയറിയാതുഴലവേ നമ്മൾ ഒത്തൊരുമിച്ചൊരു മനസ്സാൽ പ്രതിരോധിച്ചു. കൊറോണയെ ഈ നാട്ടിൽ പ്രതിരോധിച്ചു. മലയാളം ലോകത്തിനൊരു മാതൃകയല്ലോ. അഭിമാനിക്കാം മലയാളികൾക്ക് അഭിമാനിക്കാം മലയാളികൾക്ക് അഭിമാനിക്കാം. കടൽ കടന്നു വന്നൊരാളി നാടിനെ നമിച്ചു ചൊല്ലി ദൈവത്തിൻ നാട്ടിലേറെ ദേവതുല്യ. കടൽ കടന്നു വന്നൊരാളി നാടിനെ നമിച്ചു ചൊല്ലി ദൈവത്തിൻ നാട്ടിലേറെ ദേവതുല്യ. ദൈവത്തിന്റെ സ്വന്തം നാട്
കേരള മാതൃക തുടരട്ടെ, ലോകം മുഴുവൻ തുടരട്ടെ. അഭിമാനിക്കാം, അഭിമാനിക്കാം, മലയാളികൾക്ക് അഭിമാനിക്കാം. അഭിമാനിക്കാം, അഭിമാനിക്കാം, മലയാളികൾക്ക് അഭിമാനിക്കാം. ജാഗ്രത വേണം, തമ്മിൽ കരുതലാവണം, നമ്മൾക്കിനിയുമുണ്ട് താണ്ടുവാൻ പടവുകളേറെ. ജാഗ്രത വേണം, തമ്മിൽ കരുതലാവണം, നമ്മൾക്കിനിയുമുണ്ട് താണ്ടുവാൻ പടവുകളേറെ. ഈ മഹായുദ്ധത്തിൽ നമ്മളെയാകെ കാത്തുനിർത്തി പടനയിച്ച നായകരെത്താൻ അഭിനന്ദനം, ഞങ്ങളെ അഭിനന്ദനം. ജനകീയ സർക്കാരിന് അഭിനന്ദനം, ആരോഗ്യ സേവകർക്ക് അഭിനന്ദനം, കാവൽ മാലാഖമാർക്ക് അഭിനന്ദനം, പോലീസ് സഹോദരർക്ക് അഭിനന്ദനം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മനാം ശിവോത്തമം ശിവമാക പ്രണയതാരം പ്രണതോസ്മി സദാശിവം. കൈലാസനാഥ ശംഭോ മഹാദേവ. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മരണമടയുന്നത് കണ്ടില്ലേ മഹാമാരി. ഭൂമിയിൽ നിന്ന്, ഈ മഹാമാരിയിൽ നിന്ന് സർവരെയും രക്ഷിക്കണേ മഹാമാരി. കൈലാസനാഥ ശംഭോ മഹാദേവ. മാതാവേ, കക്കാരി പാപ്പി ദേവാലയത്തിൽ പോയിട്ട് ഒരുപാട് നാളായി. ഇനി എന്താണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം ഉണ്ടാവുക? എത്രയും വേഗം ഈ മഹാമാരിയെ ലോകത്തിൽ നിന്ന് ഒഴിച്ച് നീക്കി തരണമേ. ഒരുപാട് മനുഷ്യർ ഒത്തിരി നാളായിട്ട് ഒരു ജോലിയും ചെയ്യാതെ കഷ്ടപ്പെടുന്നു. എന്നാ ചെയ്യോ ഇങ്ങനെയാകുമ്പോൾ? എല്ലാവർക്കും നന്മ ഉണ്ടാക്കി തരണമേ മാതാവേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. യാ അല്ലാഹ്, ഈ കൊറോണ വ്യാധി കാരണം പള്ളിയിൽ ചെന്ന് ബാങ്ക് വിളിച്ച് വീട്ടിൽ വന്ന് നമസ്കരിക്കേണ്ടി വന്നല്ലോ അല്ലാഹ്. യാ അല്ലാഹ്, എത്രയും വേഗം ഈ വ്യാധിയിൽ നിന്ന് മോചനം നൽകി നിന്റെ മസ്ജിദിൽ ചെന്ന് സുജൂദ് ചെയ്യുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളെയും നമ്മുടെ രാജ്യത്തിലെയും ഈ ലോകത്തിലെയും മുഴുവൻ ജനങ്ങളെയും ഈ കൊറോണയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിച്ച് സമാധാനപൂർണമായ ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اشفي الشافي لا شفاء الا شفاؤك شفاء لا غير سقما امين برحمتك يا ارحم الراحمين. ഹലോ ഹലോ അഷഫ് കാ, ഞാനാ മാർട്ടിൻ.
സുഖാണോ? ഞാൻ കുറെ തവണ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. മനോജിനെ വിളിച്ചിരുന്നു. അവനാണ് നിങ്ങളെ നമ്പർ തന്നത്. അവനോട് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. മനോജ് അവിടെ തനിച്ചാണെന്ന് എനിക്കറിയാം. ഇക്കാക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയോ? ഞാൻ ഇവിടെ വളരെ ഒറ്റപ്പെട്ടിട്ടാണ് ഇക്കാറുള്ളത്. ആരും സഹായിക്കല്ലേ ഇവിടെ. ഇക്കാക്കറിയാവോ, കുത്തിപ്പറിക്കുന്ന തലവേദന എടുക്കുക. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ആരും സഹായിക്കണ്ടിക്ക ഇവിടെ. വളരെ ഒറ്റപ്പെട്ടിട്ട്. നിങ്ങളൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു. നിങ്ങളോട് അടുത്തെങ്ങുണ്ടായ മതിയായിരുന്നു. ഒരു സംഘടനയെ സഹായിക്കണ്ടിക്ക ഇവിടെ. നല്ല ചുമണിക്ക. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ തോന്നും. ഒരു സംഘടന ഇവിടെ സഹായിക്കില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ കൊണ്ടാവുന്ന തരത്തിൽ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ സിറ്റുവേഷൻ വളരെ മോശത്തിലാണ്. സംഘടനയുടെ ആളുകൾ അടിയെത്തും. നീ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം കേട്ടോ. അല്ലേ, നമ്മളിനി കണ്ടെന്ന് വരില്ല. ഞാൻ ഫോൺ വെക്കുക. ആരാശപ്പി രാവിലെ തന്നെ എന്താ കാര്യം? പാപ്പ ഗൾഫിൽ നിന്നുള്ള മാർട്ടിനാണ് വിളിച്ചത്. എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ ഗൾഫിൽ 3 പേരാണ് ഒരു റൂമിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നത്. ഒരു മാർട്ടിൻ ഇടുക്കിയിലുള്ള പാലക്കാടുള്ള ഒരു മനോജ്, പിന്നെ ഞാനും. ഞാൻ 5 മാസം മുമ്പ് ഞാനിങ്ങ് വന്നു. കഴിഞ്ഞ മാസം പാലക്കാടുള്ള മനോജും വന്നു. ഇപ്പം റൂമിൽ അവൻ തനിച്ചേ ഉള്ളൂ. അവന്റെ സ്ഥിതി വല്ലാതെ അവസ്ഥയാണ്. അവന് കൊറോണ പിടിപെട്ടിട്ടാണ് അപ്പോട്ട്. അവനെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവന് ഈ ഒരു വിഷമ പ്രയാസം വരില്ലേ. ഞാൻ അവിടെ പോയിട്ട് അവനെ നാട്ടിലേക്ക് വിടാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഈ ലോക്ക്ഡൌണിന്റെ ഒക്കെ വന്നത്. നീ ആരെങ്കിലും വിളിച്ചിട്ട് എന്താ വേണ്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അതിനാ വിളിക്കണം.
അസ്സലാമലൈക്കും. ഷംസുക്ക, ഞാൻ അഷ്റഫാണേ. അതെൻ്റെ നമ്പർ മാറിയില്ലേ, കാരണം കഴിഞ്ഞ പ്രാവശ്യം അത് കട്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വരുന്നതിന് മുമ്പ് ഭാസ്കരേട്ടനോട്, നമ്മളെ കരസ്ഥൻ ഭാസ്കരേട്ടനെ വിളിച്ചു പറഞ്ഞിട്ട് പുതിയ സിം എടുക്കായത്. അപ്പോൾ നാട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്ന നമ്പറായത്. ഞാൻ വിളിച്ച് ഫുജേറയിലെ അഷറഫില്ലേ, കണ്ണൂരില്ലേ? അതെ അതെ. ഷംസുക്ക, ഞാൻ വിളിച്ചെന്താണെന്നറിയാം, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന മാർട്ടിനില്ലേ, എൻ്റെ സുഹൃത്ത്. അപ്പം ഞാൻ ഇപ്പം വിളിച്ചെന്താണെന്നറിയാം, ഞാൻ വല്ലാതൊരു ധർമ്മസങ്കടത്തിലാണ്. മാർട്ടിന് കൊറോണ പിടിപെട്ടിട്ട് റൂമിൽ ഒറ്റക്കാളുണ്ട്. ഒരേ ചുമയും 2-3 ദിവസമായി പോലും ഓന് ഉറക്കും കാര്യമൊന്നും ഇല്ലാതെ, ഓന് സഹായത്തിന് ആരും ഇല്ലാതെ ഒരു വല്ലാതെ ദയനീയ അവസ്ഥയിലാണുള്ളത്. ഷംസുക്ക ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അൽഹംദുലില്ലാ, എനിക്കിപ്പോൾ ശ്വാസം പോകും. അതെ, റൂമിൽ തന്നെയാണ്. ഭക്ഷണം വരെ കിട്ടാതെ വല്ലാതെ പ്രയാസത്തിലാണ്. ശരി ശരി, അൽഹംദുലില്ലാ. സന്തോഷം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഈ കൊറോണ 3ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിഭീകരമായിട്ട് ജനങ്ങളെ വേട്ടയാടുകയാണ് ചെയ്യുന്നത്. പുതിയ പഠന റിപ്പോർട്ട് അനുസരിച്ച് 4 ലക്ഷത്തോളം കുട്ടികളുടെ ജീവൻ പൊലിയുമെന്നാണൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ആവശ്യമായ കരുതൽ നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മുടെ നാടും വലിയ വിപത്തിനെയാണ് നേരിടേണ്ടി വരിക. നിയമപാലകരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ നിർദ്ദേശങ്ങൾ തരും, നാം ഓരോരുത്തരും പാലിക്കണം. മാസ്ക് ഉപയോഗിക്കാതെ ഒരു കാരണവശാലും നാം വെളിയിലേക്ക് ഇറങ്ങരുത്. പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാ കുട്ടികളെയും നമ്മൾ കൃത്യമായി സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുവാനും ഒക്കെ നാം പഠിപ്പിക്കേണ്ടതുണ്ട്. വളരെ അത്യാവശ്യത്തിന് മാത്രം ഒരാള് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാം. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ ഉൾപ്പെടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഈ ആളുകൾക്ക് ഇത് തടയാൻ സാധിക്കാത്ത രീതിയിലേക്ക് പടരുമെന്നതിനാൽ നാം കരുതലെടുക്കണം. നിയമപാലകരും അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് നിലകൊള്ളുന്നവരും പറയുന്ന കാര്യങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായി അനുസരിക്കണമെന്ന് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചിട്ടയായി തന്നെ പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ഹോം ക്വാറന്റൈനിൽ നിൽക്കുന്ന ആളുകൾ ആവട്ടെ, മക്കളാവട്ടെ, ബന്ധുവാവട്ടെ, സഹോദരനാവട്ടെ, അകലം പാലിച്ചുകൊണ്ട് ഞങ്ങൾക്കുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് പടരാതിരിക്കാനുള്ള ശ്രദ്ധാപൂർവമായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന അതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട മുഴുവൻ ആളുകളെയും അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. അവരെയൊക്കെ നമുക്ക് ഓർമ്മിക്കാം. അവർക്കൊക്കെ അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ സമയം വിനിയോഗിക്കാം. നിയമപാലകരും ആരോഗ്യ പ്രവർത്തകരും പറയുന്നത് കൃത്യമായിട്ട് അനുസരിക്കണം എന്ന് മാത്രം അപേക്ഷിക്കുകയാണ്. നമസ്കാരം. സാർ, ബ്രദേഴ്സ് മുക്ക് കവലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സാർ എൻ്റെ വീട്. പിന്നെ വീട്ടിൻ്റെ നേരെ മുമ്പ് തന്നെയാണ് ഈ ബസ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ മൊബൈൽ കളിക്കുന്നു, ഗെയിമിൽ. പിന്നെ കുറേ കുട്ടികൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നു. പറഞ്ഞിട്ടൊന്നും അവർ പോകുന്നില്ല സാർ. അത്രയും പെട്ടെന്ന് കവല വരെ വരുന്നു സാർ.
ഹലോ മോനെ അസപ്പേ നീ എവിടെയുള്ളേ? ഞാനിവിടെ തന്നെ ഉണ്ടോ അപ്പ? എവിടെയുള്ള നീ പറ. ഞാനിവിടെ അടുത്ത് തന്നെ, വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. നീ എവിടെയുള്ള? നമ്മളെ റബ്ബർ തോട്ടത്തിലുണ്ട്. നീ നിങ്ങൾ വന്നാട്ടെ. പാപ്പാക്ക് എന്നോട് ഒരു കാര്യം പറയണം. അപ്പൊ അത് ഞാൻ പിന്നെ ചെറിയൊരു പണിയില്ല. എന്ത് പണിയാ നിന്റെ അസപ്പേ? ഈ കൊറോണ കാലമല്ലേ? അത് പിന്നെ നമുക്കെല്ലാം പണിക്ക് വരുന്ന ചന്ദ്രാട്ടനില്ലേ, ഓർക്കിപ്പം പണിയും കാര്യമൊന്നും ഇല്ലാണ്ട് വീട്ടിൽ നിൽക്കുന്നതല്ലേ. അപ്പം വളരെ ദയനീയ അവസ്ഥയാണ് അവരുടെ ജീവിതം. ഞാൻ കുറച്ച് അരിയും സാധനമെല്ലാം വാങ്ങിയിട്ട് അവർക്ക് കൊണ്ടുകൊടുക്കാന്ന് വെച്ചിട്ട് വന്നതാവപ്പ. നല്ല എന്നെ മോനെ, ആ കാര്യം പറയാൻ തന്നെയാ ബാപ്പ എന്നെ വിളിച്ചത്. മോനെ അസപ്പേ, നീ കേട്ടതെല്ലാം ശരി തന്നെയാണ്. ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും ആ ജോർജിന്റെ കടയിൽ പോയിട്ട് എന്താ സാധനം വേണ്ടതെന്ന് നേരിച്ച വാങ്ങിച്ചു കൊടുക്കുക. അതിന്റെ മുഴുവൻ കണക്കും ഈ ബാപ്പാന്റെ വകയാണ്. സഹായത്തിന് നമ്മളെ ഭാസ്കരനെ വിളിക്കുക. ബാപ്പ ഇപ്പോഴെങ്കിലും ചെലവാക്കി തുടങ്ങട്ടെ മോനെ. ഞാൻ എന്തായി കേൾക്കുന്ന റഹ്മാനെ? ബാപ്പ തന്നെയാണ് ഈ പറയുന്നത്. ഇതുവരെ ബാപ്പ സമ്പാദിച്ചു കൂട്ടിയല്ലാതെ ഒരു മനുഷ്യന് വേണ്ടിയിട്ടൊന്നും ഒരു ഉപകാരം ചെയ്തിട്ടില്ല. ഭാസ്കരേട്ടൻ കേട്ടോ, നമ്മളെ ഈ നാട്ടിൽ മുഴുവൻ ആളുകൾക്കും ബാപ്പ എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കൊടുക്കാന്ന് ബാപ്പ പറയട്ടെ, കേട്ടില്ല എന്റെ ഭാസ്കരേട്ടാ? 2 പ്രാവശ്യം പ്രളയം വന്നു, ബാപ്പാന്റെ കണ്ണ് തുറന്നില്ല. നിപ്പ എന്ന മഹാമാരി വന്നു, എന്നിട്ടും കണ്ണ് തുറന്നില്ല. ഇപ്പൊ ഇത് കൊറോണ എന്ന മഹാമാരി ലോകം മൊത്തം കാർന്നു. ഇപ്പോഴാണ് മോനെ ബാപ്പാന്റെ മുരടിച്ച മനസ്സും കണ്ണും തുറന്നത്. അപ്പൊ നീ എല്ലാം പെട്ടെന്ന് അവർക്കെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് അതിപ്പെങ്കിലും അങ്ങനൊരു തോന്നൽ വന്നല്ലോ. അൽഹംദുലില്ലാ, സർവശക്തനായ റബ്ബിന്റെ സ്തുതി. ഈ എൻ്റെ കുട്ടിക്കാലം മുതൽ ഇത് കേൾക്കാനായിരുന്നു ബാപ്പ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. സമാധാനത്തിൽ വീട്ടിൽ വരാൻ നോക്കും. ഞാൻ എത്രയും പെട്ടെന്ന് വരാം ബാപ്പ. ഞാനൊന്ന് ഭാസ്കരേട്ടനെ കൂട്ടിയിട്ട് ആ ജോർജേട്ടൻ്റെ കട വരെ ഒന്ന് പോട്ടെ. ഞാൻ ബാപ്പാനോട് പറയാണ്ട് തന്നെ ഒരു 10-14 വീടുകളിൽ വാങ്ങിനേന്. എന്നാ ശരി, വെക്കുന്നേ. അസ്സലാമു അലൈക്കും. സന്തോഷം കരയുന്നു. എൻ്റെ ഓർമ്മ വെച്ചതാണ് മുതൽ ബാപ്പ ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല. എനിക്ക് ചെയ്തു തന്ന തേച്ച് എൻ്റെ ബാപ്പയാട്ടല്ല. നമ്മൾ ഈ കടയിൽ സത്യം തന്നെയാണ്. വെല്ലിക്ക് തന്നെ ഇതെന്ന് പറയുന്നത്. അതെ ഹസൻ, ഈ കൊറോണ എന്ന മഹാമാരി മൊത്തം കാർന്നു തിന്നിട്ടും നമ്മളെ പോലെയുള്ള ആളുടെ മനസ്സ് ഇനിയും മാറിയില്ല. പിന്നെ നമ്മൾ എന്തിനാ ദുനിയാവിലും മരിച്ചിടാന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് നല്ലൊരു പൈസ സംഭാവനയായിട്ട് ഞാൻ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നന്നായിക്കോ, നിങ്ങൾ പറഞ്ഞ് ശരിയാണെന്ന് ഞാനും കലപ്പെടുന്നു. കുറച്ച് കാര്യം നമ്മളെ വകയിൽ കേട്ട് മുഖ്യമന്ത്രി വിദ്യാർത്ഥി അങ്ങനെയാകട്ടെ. അൽഹംദുലില്ലാ. മനോജ്, പാലക്കാട്. ഹലോ അശോക, സുഖം തന്നെയല്ലേ? സുഖം തന്നെ. വീട്ടിൽ തന്നെയല്ലേ? വീട്ടിലല്ല, ഞാനിങ്ങനെ പുറത്തിറങ്ങിയിട്ടല്ലേ, ഒരു ചാരിറ്റീൻ്റെ കാര്യമായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടല്ലേ. ഇക്ക 5 മാസം മുന്നേ വന്നുകൊണ്ട് കുടുംബത്തോട് കഴിയാം. ഞാൻ വന്നിട്ടേ 6 ദിവസം കഴിഞ്ഞപ്പോൾ ലോക്ക്ഡൗൺ. 5 മാസം മുമ്പേ വന്നേ. ഞാൻ
തിരിച്ച് പോകാൻ റെഡിയായിട്ട് നിൽക്കുമ്പോഴല്ലടാ ഇത് ഈ വിഷയം പറഞ്ഞു. ഞാൻ പോയിട്ട് മാപ്പിനെ നാട്ടിലേക്ക് വിടാന്നെല്ലാം കണക്കൂട്ടിയതാ. ആ, നീ ആ വലിയ വീട്ടിൽ തനിച്ചാണ് അല്ലേ? അതേക്കാ, ഞാൻ ഈ വലിയ വീട്ടിൽ തനിച്ചാ. ഇവിടെ എത്തിയിട്ട് എത്ര ദിവസമായി? ഞാൻ അമ്മയും ഭാര്യയും ഒക്കെ ശരിയാകൂടാ മനോജ്. ഇനി അധിക ദിവസമൊന്നും കാത്തു നിൽക്കണ്ടല്ലോ. അമ്മയും ഭാര്യയും മക്കളും എല്ലാം തിരിച്ചു വരൂ. ആ സമയത്ത് ടിക്കറ്റും ഒക്കെ നാട്ടിൽ വരാൻ കഴിഞ്ഞതിന് ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പൊ ഇനി മാർട്ടിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാട്ടെ. അവൻ റൂമിൽ തനിച്ച് നിൽക്കുക. ഇല്ല, കുറച്ച് ദിവസമല്ലേ, കുറഞ്ഞ ദിവസങ്ങളിൽ നിനക്ക് വീട്ടിൽ എന്താ ഒരു പ്രയാസമൊന്നും ഇല്ലല്ലോ. വലിയ വീട്ടിൽ നിനക്ക് നിന്റെ വീട്ടിൽ അപ്പോൾ എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ചാരിറ്റീൻ്റെ ആൾക്കാർ വരുന്നുണ്ട്, ആശാ വർക്കർ അവരൊക്കെ വന്ന് നോക്കുന്നില്ലേ. പിന്നെ പോലീസുകാർ ഇടക്കിടക്ക് വരുന്നുണ്ട്. പിന്നെ ക്ഷേമങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് അവർ പോകുന്നില്ലേ. നാട്ടിൽ വരുന്നത് കാത്തു നിൽക്കും കൂട്ടുകാരും കുടുംബക്കാരും. ഇപ്പൊ അവർക്ക് ആർക്കും എന്നെ വേണ്ടാന്നൊരു തോന്നലിക്കാണ്. എടാ, അത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാരും പേടിച്ചിട്ടാണ്. ഇത് അസുഖം കൊണ്ടാന്നോ വന്ന് എങ്ങനെയാണെന്നുള്ള അറിയാതെ കൊണ്ടാണ്. അല്ലാണ്ട് നിന്നെ വേണ്ടായിട്ടോ നിന്നെ വെറുത്തിട്ടൊന്നും അല്ല. എല്ലാവർക്കും നിന്നെ വേണം, എന്നേക്കായിട്ട് വേണം. അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നീ അങ്ങനെ ചിന്തിക്കുകയല്ല. ഓടും കുട്ടികളൊന്നും ഇല്ലാതെ ഒരു രസം കിട്ടുന്നില്ല. നിന്റെ ഈ സങ്കടപ്പാട് ഒരു ഭാഗത്ത് നമ്മുടെ മാർട്ടിൻ്റെ ഇടാ വല്ലാതെ അവസ്ഥ. അവൻ വിളിച്ചിരുന്നു. നിന്റെ കേൾക്കും പോലെ തന്നെ ഞാൻ അതിലും ഭയങ്കര പ്രയാസം. നീ നാട്ടിൽ വീട്ടിലാന്നുള്ള ഒരു ചിന്തയെങ്കിലും ഉണ്ട്, വേറെ വിഷയമൊന്നുമില്ല. നമ്മുടെ മാർട്ടിന്റെ സ്ഥിതി വല്ലാതെ പ്രയാസത്തിലടാ. ഞാൻ എങ്ങനെയാ നിന്നോട് പറയാന്ന് ഓർത്തിട്ടാ എന്നെ വിളിച്ചില്ലേ. ശരി, വിളിക്കണേ. ഞാൻ വിളിക്കാം മോനെ, വിളിക്കാട്ടോ. അപ്പോ നമ്മള് രാവിലെ എടുത്ത 14 കിറ്റല്ലേ, ആ 14 കിറ്റിന്റെ പുറമെ ഒരു 249 കിറ്റ് കൂടി വേണം. അപ്പൊ അതിന്റെ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബില്ലൊന്നും നോക്കിയിട്ട് വന്നതാണ്. അതെയാ, ഇന്നിപ്പം വിളിച്ചിരുന്നോ? അതെയാ, എന്നാ അസറപ്പേ വാപ്പാക്കി മനമാറ്റം പറഞ്ഞേ. 49 വീട്ടിലെ ലീസ്റ്റ് കണ്ടേ സാറ് ഞാനെത്തിച്ചു. നിങ്ങൾ ഇതാണ് ലിസ്റ്റ്. നിങ്ങള് ഇതാണ് ഈ ലിസ്റ്റ് പ്രകാരം കൊടുത്താൽ മതി. അപ്പൊ അത് വലിയൊരു ഉപകാരം തന്നെ നിങ്ങളെ ചെയ്തത്. കാരണം ഇദ്ദേഹത്തിന് ഒരുപാട് പണിയുണ്ട്. റബ്ബർ തോട്ടത്തിലെല്ലാം ചീക്ക് കയറിയിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല. അപ്പൊ അത് വലിയൊരു ഉപകാരം. ശരി എന്നായിക്കോ. ഹലോ, ആ ഫിറോസ് ഡോക്ടർ? ആ, ഇത് സാവൻ ഡോക്ടറാണേ. ആ, ഷീവ് ഇവിടുന്ന് ഡ്യൂട്ടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. ആ, അപ്പോൾ ഭക്ഷണവും കാര്യങ്ങൾ വീട്ടിൽ ആരുമില്ല, തനിച്ചാണ് ഉള്ളത്. അച്ഛനും അമ്മയും ഇല്ല. ഓവർ ഡ്യൂട്ടി ടൈം എടുത്തിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് അവിടത്തേക്കുള്ള ഭക്ഷണവും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. ഓ, അത് ഞാൻ ചെയ്തോളാം. ആ, സിസ്റ്റർ നമ്പർ എന്താ കയ്യിൽ, ഞാൻ വിളിച്ചോളാം. ഓ, ആ, ഓക്കെ 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 ഓക്കെ.
ഷീബേ, ഞാൻ ഫിറോസ് ഡോക്ടറാണേ. വീട്ടിലെത്തിയോ? ഇപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളൂ. ഇനി ഫുഡൊക്കെ ഉണ്ടാക്കണം, ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ട്. ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. വാഷ് ചെയ്യാനുള്ളതൊക്കെ അവിടുന്ന് വാഷ് ചെയ്തിട്ടോട്ടോ. ഭക്ഷണം അവിടുന്ന് ഉണ്ടാക്കണ്ട, ഞാൻ ഇവിടുന്ന് കൊടുത്തേക്കുന്നുണ്ട്. ഫുഡോ? അത് സാറിന് ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. കുഴപ്പമില്ല. ആ, പാചകം ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, എന്നാ ശരി. താങ്ക്സ്. ഓക്കെ. അവിടെ പൈപ്പുണ്ട്, കൈ കഴുകിയിട്ട് പോകും. ഓക്കെ ഓക്കെ, ശരി. എന്നാൽ സർ, ഫുഡ് കിട്ടി. ഇപ്പോഴാ സിസ്റ്റർ പോയത്. എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഞാൻ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. സിസ്റ്റർ ആണെങ്കിൽ പോവുകയും ചെയ്തു. ആംബുലൻസ് ഒന്ന് വിടുവോ? തീരെ വയ്യ. ഈ ആംബുലൻസിൽ ഇപ്പൊ ഇങ്ങോട്ട് പോയത്, അതേ ആംബുലൻസ് അതാ അങ്ങോട്ട് പോന്ന. അയ്യോ, നിങ്ങളറിയില്ല? നമ്മൾ ശിവ സിസ്റ്ററില്ലേ, സിസ്റ്റർക്ക് കൊറോണ. സിസ്റ്ററെ കൂട്ടാൻ പോയ വണ്ടിയാണ്. എന്ത് നല്ല സിസ്റ്ററായിരുന്നു പറയും. സഹജീവികളോട് ഇത്ര നല്ല സ്നേഹമുള്ള സിസ്റ്ററാണ് ഞാൻ കണ്ടിട്ടില്ല. ഈ ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, അതുപോലെ ശുചീകരണ പ്രവർത്തകർ, ഇവരൊക്കെ കഷ്ടപ്പെടുന്ന നമുക്ക് വേണ്ടിയിട്ടല്ലേ, രോഗം പരത്താതിരിക്കാൻ വേണ്ടിയിട്ടില്ലേ. നമ്മളാണെങ്കിൽ നേരെ വിപരീതം, ഉള്ള സ്ഥലത്തെല്ലാം തെണ്ടി നടക്കുക. അയ്യോ, വിഷമായിപ്പോയി. ഇനിയിപ്പം അതിന്റെ ചികിത്സയും കാര്യങ്ങളും ക്വാറന്റൈനും എല്ലാം ആയിട്ട് അങ്ങനെ. അപ്പോൾ
ഞാനൊരു കാര്യം ചെയ്യാൻ പോയി. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. ഞാൻ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, കൊറോണ എന്ന മഹാമാരിയെ തുടച്ചു നീക്കുന്നതിനു വേണ്ടി നമ്മുടെ സമൂഹവും ഒപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാവരും ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്നത് ഇറങ്ങി ആരോഗ്യ പ്രവർത്തകരെയും പോലീസിനെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആരും തന്നെ പുറത്തിറങ്ങി നടക്കാതിരിക്കുക, എല്ലാവരും വീട്ടിൽ തന്നെ കഴിയുക. ഈ സമയത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കി എല്ലാവരും മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊരു കാര്യം, നിങ്ങൾ വീട്ടിൽ കഴിയുന്ന സമയത്ത് പച്ചക്കറി കൃഷി ചെയ്യുകയും നാളത്തേക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ കരുതി വെക്കുകയും അതിനുവേണ്ടി എല്ലാവരും മുന്നിട്ടിറങ്ങുകയും ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളോട് കാര്യമായിട്ട് പറയാനുള്ളത്. ഞാൻ ഇത്രയും വാക്കുകൾ നിങ്ങളോട് പറയേണ്ടി വന്നത്, നിങ്ങൾ ഈ കോളനിയിലുള്ള ആൾക്കാർ പുറത്തിറങ്ങി നടക്കുകയും ഇത്തരത്തിൽ നിങ്ങൾ കൂടി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഒഴിവാക്കാൻ കൂടിയും വേണ്ടിയാണ്. അതുകൊണ്ട് ഇനിയും തന്നെ നിങ്ങൾ ഇതുപോലെ പുറത്തിറങ്ങി നടക്കാതെ വീട്ടിൽ തന്നെ കഴിയുക. ഇതുവരെ ഞാൻ തട്ടിപ്പറിച്ചതും പിടിച്ചു പറിച്ചതും മോഷ്ടിച്ചതുമായ ഒരുപാട് പണവും പണ്ടവും എൻ്റെ കൈവശമുണ്ട്. ഈ ഭൂമി ഏറ്റവും വലുത് ഞാനും പണവുമാണ്. ഞാൻ സ്വയം അഹങ്കരിച്ച് സ്വന്തമാക്കിയ ഈ പണവും പണ്ടവും ഇതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കാൻ എന്നെ കഴിയും. പക്ഷേ അവർക്ക് കൂടി ഗുണം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മെമ്പർ മുഖാന്തരം ഞാനിത് കൈമാറും. ഇനിയുള്ള എൻ്റെ ജീവിതം അധ്വാനിക്കുന്ന ഒരു നല്ല മനുഷ്യനായി ഞാൻ ജീവിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ആളുകളുടെ വാക്കുകളും പ്രവൃത്തികളുമാണ് നമ്മുടെ പ്രവർത്തിക്കാനുള്ള ഊർജം. അതുകൊണ്ട് ഇതുപോലുള്ള ആൾക്കാരുടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നാളെ നമ്മുടെ നാടിന് ഒരു മുതൽക്കൂട്ടായി മാറും. അപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിലേക്ക്, നമ്മുടെ നാടിൻ്റെ പ്രവർത്തനത്തിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അങ്ങോട്ടേക്ക് വരാം. എല്ലാവരോടും നമസ്കാരം. ഷാജിയല്ലേ? ആരാ? ഞാനാ രാജേഷാ. പാമ്പ് രാജേഷാണോ? അതെ അതെ. സാധനം വല്ലതുണ്ടോ? അതെന്ത് വർത്തമാനമാണോ? ഈ അറബിക്കടൽ പറ്റിയാലും ഷാജിയുടെ കയ്യിൽ എന്ന് സ്റ്റോക്ക് ഉണ്ടാവും പാമ്പേ. എവിടെയാ സ്ഥലം? മറ്റെല്ലാ വഴികളും മുട്ടിയപ്പോഴാണ് തേളിനെ തെരഞ്ഞ് പാമ്പ് വരട്ടി വന്നത് അല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, 800 രൂപയുമായി വന്നാ മതി. അല്ലാതെ പണ്ടത്തെ പോലെ
500 ഉലുവയുമായി വരണ്ട കേട്ടോ. പണമൊന്നും ഒരു പ്രശ്നമില്ലടോ. ശരി ശരി, ഓക്കെ ഓക്കെ. രാജേഷേ വേണം തടിയിലൊന്ന് നോക്കടാ. 2 മാസം. അല്ല, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോ കോവിഡായിട്ട് 2 മാസം വീട്ടിലൊക്കെ ഇരുന്ന് നല്ല ഭക്ഷണം കഴിച്ച് കാലത്തിന് നന്നായിട്ടല്ലോ. നിർത്തി എന്തോ പറയണമെന്ന് പറഞ്ഞില്ല, കാര്യം പറ. 2 മാസം കൊണ്ട് എൻ്റെ തടിയില്ല, വെള്ള അടിയില്ല. വെള്ളടി നിർത്തി, എല്ലാ കാര്യങ്ങളും നിർത്തി, വീട്ടിൽ നല്ല മനുഷ്യനെ പോലെ എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങി. ഞാൻ സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിലേ എനിക്കിങ്ങോട്ട് സ്നേഹം കിട്ടും. അപ്പോൾ ഇപ്പം എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിനൊരു കുളിർമ വന്ന്. ഇതെല്ലാം നമ്മളെ കൊറോണ പഠിപ്പിച്ച. പക്ഷേ നാട്ടിലെവിടെയും വെള്ളം കിട്ടുന്നില്ല. എൻ്റെ അടുത്ത് മാത്രം എപ്പോഴും വെള്ളം ഉണ്ട് എന്നില്ല. ആ വിവരം അറിഞ്ഞിട്ടാണ് ഞാൻ എന്നെ വിളിക്കാൻ കാരണം. ഇത് എനിക്ക് കുടിക്കാൻ മേടിച്ചൊന്നുമല്ല, ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചൊന്നുമല്ല. ഇത് ഞാൻ എന്നോടൊരു കാര്യം പറയേണ്ടിയിട്ടായിട്ട് വന്നത്. ഇങ്ങനത്തെ സമയത്ത് നമ്മൾ ഈ സാധനമല്ല പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതങ്ങ് പോകട്ടെ. ഇതെന്തിനാണ് നമുക്ക്? ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാനാവുന്നില്ല. പാടവും പാമ്പിനെ പഠിപ്പിച്ച്. ഷാജി, പണ്ട് നമ്മൾ പോലീസിനെ എക്സൈസിനെ എത്ര നമ്മളെ വയ്യ ഓടിച്ച. എന്നിട്ടോ നമുക്ക് അവരോട് എന്തൊക്കെ ഒരു ബഹുമാനം തോന്നിയില്ല. ഇപ്പം വീട്ടിലിരുന്നിട്ട് TV കാണുമ്പോൾ പോലീസിനെ പറ്റിയിട്ടും ആരോഗ്യവകുപ്പിൻ്റെ കാര്യം പറയാന്ന് വെച്ചാൽ അവരെല്ലാം അവർ നമ്മളെ വീട്ടിലിരുന്ന ആളെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ തടി ഇപ്പം വന്നേരം തന്നെ എനിക്കിപ്പോൾ ബോധ്യമായി. എന്ന് വെച്ചാൽ അവർ പറഞ്ഞതിനനുസരിച്ച് ഇരുന്ന് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത്. അതുകൊണ്ട് നമ്മളെ ആരോഗ്യവും കൂട്ടൽ എല്ലാവരെയും ആരോഗ്യവും അവർ സംരക്ഷിക്കും. പക്ഷേങ്കിൽ നമ്മളെന്താ ചെയ്യുന്നത്? ഇറങ്ങി നടക്കുക, ഓടുക, പിടിക്കുക. അവരാ ഭയങ്കരമായിട്ട് ചെയ്ത്. അത് നമ്മളിനി പാടില്ല. നമുക്ക് വേണ്ടിയിട്ട് എൻ്റെ വയ്യെ ഇനി പോലീസ് ഓടേണ്ട ഒരവസ്ഥയിലേക്ക് വരരുത്. ഈ വീട്ടിനും നാട്ടുകാർക്കും ആർക്കും വേണ്ടിയൊരു പാമ്പിനാണ്. ഇപ്പോൾ പാമ്പ് എന്ന് പറഞ്ഞാൽ പാമ്പല്ല. ഇപ്പോൾ പാമ്പ് പണ്ടത്തെ പോലെ എഞ്ഞിട്ടൊന്നുമല്ല പോകുന്നത്. പാമ്പ് നേരെ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ പോയിട്ട് അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കുന്നു. അതുപോലെ നമുക്ക് ഈ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് സൗകര്യം കൊടുക്കാൻ നമുക്കാണോ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണേണ്ടിയിട്ടായിട്ട് വന്നേ തന്നെ. അത് മനസ്സിലാക്കണം. ഈ നാട്ടിൽ ആർക്കും എന്നെ കണ്ടുകൂടെയും. എന്നാന്ന് വെച്ചാൽ പാമ്പ് എപ്പോഴും വഴിയായിരിക്കും ചെളിയിലും ആടെ ഈടെയും വീണിട്ട് അവർക്ക് എടുത്തുകൊണ്ടാക്കിയത്. പിന്നെ ആ പാമ്പിനെ ആരും എടുക്കൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി ഞാൻ. പിന്നെ ഇപ്പോൾ 2 മാസം കൊണ്ട് തന്നെ എല്ലാം പഠിപ്പിച്ച് ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരും ശപിച്ച് നടന്നൊരു മനുഷ്യനാണ് ഞാൻ. വീട്ടുകാർക്ക് ബാക്കിയില്ല ആളെ സഹായം കൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ അങ്ങനെയല്ലായിപ്പോയി. ഷാജി, പിന്നൊരു കാര്യം, ഇപ്പാണ് ഭക്ഷണത്തിനൊരു രുചി തോന്നി തുടങ്ങി. പണ്ട് കഴിച്ച ഭക്ഷണം തന്നെ കഴിക്കുന്നത്. പക്ഷെങ്കിൽ ഇല്ല കണ്ടാമല തേച്ചും നാടൻ വെള്ളവും എല്ലാ സാധനവും വലിച്ചു കയറ്റിയിട്ട് വായിക്കുന്ന ഒരു രുചിയില്ലാണ്ടായി. വീട്ടിൻ്റെ മുറ്റത്തേക്കെല്ലാം ഇറങ്ങി നോക്കുമ്പോൾ അല്ലേ കാണണ്ടേ ഞാൻ എറിഞ്ഞു പൊട്ടിച്ച് ചട്ടിയും കലവും പാത്രവും തേച്ചു. എൻ്റെ ക്രൂരത എന്നേരം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. പക്ഷേ ആ സ്നേഹവും ആ ദേഷ്യവും കാര്യമൊന്നും ഇപ്പം എന്നോട് ആരും കാണിക്കത്തില്ല. എന്തെങ്കിലും ഞാനിപ്പോൾ ചെറുക്കനെ മാറിയെന്ന് എനക്കേനൊരു സംശയം, ഒരത്ഭുതമായിട്ടാണ് തോന്നുന്നത്. പണ്ടത്തെ ഒരു സ്നേഹിത എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്നോട് പറയുന്നത്. എന്നോട് അങ്ങനെയില്ല വെറുപ്പും കാര്യവും ഉണ്ടായിട്ട് പറയുന്നത്. എൻ്റെ വെള്ളം എത്രയോ ഞാൻ കുടിച്ചിട്ടുണ്ട്. എത്രയോ സമയത്ത് എൻ്റെ വീട്ടിൻ്റെ തിണ്ണയിൽ കടന്നുറങ്ങിയിട്ടും കാട്ടിലും വീട്ടിലും എല്ലാ സ്ഥലത്തും നമ്മളൊപ്പരം കടന്നുറങ്ങിയിട്ട് ഇല്ല ചരിത്രം നമുക്കുണ്ട്. പക്ഷേ ആ വിധത്തിൽ പറയുന്നില്ല. ഞാൻ ഇപ്പോൾ ഒരു മനുഷ്യനായിട്ട് മാറാൻ തുടങ്ങി. ഞാൻ പണ്ട് ആരെയും ഉപദേശം സ്വീകരിക്കില്ലേനും ഇപ്പം ഞാൻ ഉപദേശം സ്വീകരിക്കാനും തുടങ്ങി. ഉപദേശം ഞാൻ കൊടുക്കാനും തുടങ്ങി. ആ ഉപദേശം നല്ല ഉപദേശമായിട്ട് ഇനി കണക്ക് കൂട്ടിയിട്ട് ഈ സംഭവം ഇനി നിർത്തണം. അതാണ് എനിക്ക് എന്നോട് കാര്യമായിട്ട് പറയാനില്ലേ. അതിനായിട്ടാണ് ഞാൻ വന്നു. ശരിയാ രാജേഷ്,
നീ പറയുന്നത് ശരിയാണ്. ഇത് വിറ്റാൽ പണമുണ്ടാവും, പക്ഷെ സമാധാനം ഉണ്ടാവില്ല. എനിക്ക് സമൂഹത്തിൽ നല്ലൊരാളായി ജീവിക്കണം. ഇന്നു മുതൽ ഈ കള്ള് കച്ചവടം ഞാൻ നിർത്തുകയാണ്. ഹലോ, അനുമാഷല്ലേ? ഹലോ 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 മാഷേ. പറയാം മാഷേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷം മാഷേ, ഈ കൊറോണ കാലത്ത് എന്ത് വിശേഷം? അങ്ങനെ പോകുന്നു. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാ മാഷെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ മാഷെ വിളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. മാഷെ ന്യൂസ് കണ്ടില്ലായിരുന്നോ? കണ്ടു മാഷെ, അതുകൊണ്ട് തന്നെയാണ് മാഷെ വിളിച്ചത്. എന്താ ചെയ്യാം, നമ്മുടെ വാർത്തയല്ലേ പോകുന്നത്. നമ്മുടെ ജില്ലയിൽപ്പെട്ട ചിലരുടെ പ്രവൃത്തി കൊണ്ട് മൊത്തം അധ്യാപകന്മാർക്കും ഒരു മോശം പേര്. അല്ലാതെ എന്താ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല മാഷെ. മാഷ് പറഞ്ഞത് ശരിയാണ്. പരസ്പരം സഹായിക്കേണ്ട സമയമല്ലേ ഇത്, പ്രത്യേകിച്ച് നമ്മൾ അധ്യാപകർ. സമൂഹം എപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരല്ലേ നമ്മളെല്ലാവരും. കുട്ടികൾ, മുതിർന്നവർ, അങ്ങനെ എത്രയെത്ര ആൾക്കാർ നമ്മളെ മാതൃകയാക്കേണ്ടതാണ്. നമ്മുടെ കുറച്ച് ദിവസത്തെ ശമ്പളത്തിലല്ല മാഷക്കാര്, എത്ര പേരാ പണിയില്ലാതെ എടുക്കുന്നത്. അവർക്കൊക്കെ നമ്മുടെ ഒരു കുറച്ച് ദിവസത്തെ ശമ്പളം കൊണ്ട് ഒരു ആശ്രയം ആവുമെങ്കിൽ അതല്ലേ നല്ലത്. അവിടെ പട്ടിണി അതുകൊണ്ട് മാറുമെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. ഇതേ അഭിപ്രായം തന്നെയാ മാഷെ എനിക്കും. നമ്മൾ വലിയാറമ്പത്ത് മൂസഹാജിയെ പറ്റി മാഷ് കേട്ടോണല്ലോ. ഏത്? ആ അറിവിശിക്ക മൂസാഹാജിയ. അയാളുടെ ഭാര്യയല്ലേ പ്രസവത്തോടെ മരിച്ചത്. പിന്നീട് കൊച്ചിനെ നോക്കാൻ വേണ്ടി വേറൊരു പെണ്ണ് കെട്ടാൻ പറഞ്ഞിട്ട് കാശ് ചെലവാന്നും പറഞ്ഞ് പെണ്ണ് കെട്ടാണ്ടിരുന്ന ആളല്ലേ അയാള്. അതെ മാഷെ, അങ്ങേരൊക്കെ എത്ര വലിയ കാര്യം ചെയ്യുന്നത്. അങ്ങേർക്ക് എത്ര വലിയ കാര്യം ചെയ്യുന്ന മാഷ അറിയോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് വലിയൊരു തുകയാണ് അങ്ങേര് സംഭാവന നൽകിയിരിക്കുന്നത്. അത് പോരാതെ എത്ര പേരെ സഹായിക്കുന്നു മാഷെ. അങ്ങേർക്ക് വരെ മനംമാറ്റം വന്ന ഈ സ്ഥിതിക്ക് നമ്മളല്ലേ മോശമായി പോയത്. അങ്ങനെയുള്ള സമയത്ത് ഞാനും ഒരു നല്ല തീരുമാനം എടുക്കാൻ പോവുക. എന്റെ 2-3 മാസത്തെ ശമ്പളം ഞാൻ സർക്കാർ ദുരിതാശ്വാസത്തിലേക്ക് സംഭാവന നൽകാൻ പോവുക. മാഷിന്റെ മനസ്സ് വെച്ചാണോ ഇക്കാര്യം ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്റെ 3 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആണോ? മാഷ വലിയ മനസ്സിന് നന്ദി. നല്ല മനസ്സുകളുടെ ചിന്ത എപ്പോഴും ഒരുപോലെ ആയിരിക്കും മാഷെ. നമ്മൾ സൗഹൃദം പോലെ അല്ലേ മാഷെ? അകന്നിരിക്കേണ്ട ഈ സമയത്തും അടുക്കേണ്ടത് മനസ്സുകളല്ലേ. അതെ മാഷെ. ഇന്ന് ശരി മാഷെ, ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ ശരി മാഷെ. എല്ലാ വീട്ടിലും ഡെലിവറി അദ്ദേഹം തന്നെ ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നല്ല ഫാദർ ഇങ്ങനെ മാറിയല്ലോ, അതിൽ സമ്മതിക്കണം. തീർച്ചയായിട്ടും വളരെ സന്തോഷം. നമ്മളൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ നടക്കട്ടെ. ശരി, ഓക്കെ ശരി. അവിടെ ഉണ്ടായിരുന്നു.
ഞാനത് എൻ്റെ ഫ്രണ്ടിന് കൊടുക്കുകയാണ്. അവനവിടെ ചെറിയ ദൂരം പോണ്ടിട്ട്, കാരണം ഒറ്റയ്ക്ക് തന്നെ പോണിട്ട് ഈ കൊറോണയിലായതുകൊണ്ട് അല്ല. ബാപ്പാക്ക് എന്താ ഇങ്ങനെ ഒരു മനമാറ്റം? ഈ കാലത്ത് പുറത്തുള്ള ഒരു ഫ്രണ്ടുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നു, പ്രയാസപ്പെടുന്നു. ചങ്ങായിക്ക് അവിടെ എന്തോ വലിയ പ്രയാസമുണ്ട് എന്ന് കണ്ടിട്ട് വല്ലാണ്ട് നീ പ്രയാസപ്പെടുന്നത് ഇതൊക്കെ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ വെല്ലിക്ക ആകെ പ്രയാസത്തിലാണ്. എന്ന് വെച്ചാൽ ഇത്തിരിയും സുഹൃത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നു, എൻ്റെ മോന് വേണ്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള ഈ സമയം പറ്റി ഇത് ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. ശരിയാണ്. അപ്പോൾ പറഞ്ഞു പഠിക്കാൻ നല്ല കഴിവും പ്രാപ്തിയും എനിക്ക് ഉണ്ടായിട്ട് എനിക്കൊരു നല്ല നോട്ട് ബുക്ക്, ഒരു പെൻസിൽ, ഒരു നല്ല വസ്ത്രം എനിക്ക് ഈ ബാപ്പ വാങ്ങി തന്നിട്ടില്ല. എനിക്ക് വാങ്ങി തന്നതൊക്കെ നമ്മുടെ കാര്യസ്ഥരായ ഭാസ്കരേട്ടനാണ്. ഭാസ്കരേട്ടനായിരിക്കും ഇതൊക്കെ വാങ്ങി തന്നു. മോനെ നീ പഠിക്കാൻ പഠിക്കാനാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ തന്നെയാണ് ഭാസ്കരേട്ടൻ്റെ കാശും കൊടുത്ത് ഏൽപ്പിച്ച് കാര്യങ്ങളിൽ ഈ മൂന്ന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുമ്പോൾ എനിക്ക് ഒറ്റ നിർബന്ധമില്ല. ഒരു കാരണവശാൽ വെല്ലിക്ക് വാസപ്പോ ഇതൊന്നും അറിയാൻ പാടില്ല. അപ്പൊക്കറിയോ, ഞാൻ ലീവിന് നാട്ടിൽ വരുമ്പോഴൊക്കെ പെണ്ണ് കാണാൻ പോകുന്ന എല്ലാ വീട്ടിലും എവിടെയൊക്കെ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ട് ആ വീട്ടിലൊക്കെ 1 2 വഹിച്ചിട്ട് ബാക്കി എല്ലാ കുട്ടികളും ഇറക്കി ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവരുടെ രക്ഷിതാക്കന്മാരൊക്കെ ഞാൻ ഇന്നയാളെ മോനാന്നറിയുമ്പോൾ അവരെന്നോട് ചോദിക്കും ആരെ മകനാണ്. ഞാൻ വലിയ പറമ്പിൽ മൂച്ച് കയറ്റിൻ്റെ മകനാന്ന് പറയുമ്പോഴത് അവിടത്തേക്ക് എൻ്റെ മോളെ അയക്കൂല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മൂസി കയച്ചിൻ്റെ മോനാണ് നിങ്ങൾ, എൻ്റെ മോളെ ഇപ്പം അയക്കൂല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കല്യാണം കംപ്ലീറ്റ് മുടക്കിയത്. അപ്പം ഒക്കെ പറഞ്ഞിട്ട് ബ്രോക്കറെ ഇങ്ങോട്ടും കൂടും എന്നെ കൂട്ടിയിട്ട് പോയി. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒരു വാക്ക് എനിക്ക് എന്നോട് പറയായിരുന്നില്ല. മോനെ അഷറഫേ, ബാപ്പ എനിക്ക് പൊരുത്തപ്പെട്ട ബാപ്പയല്ലല്ലോ നീയല്ലേ എനിക്ക് പൊരുത്തപ്പെട്ട് വരേണ്ടത്. ബാപ്പയല്ല നിങ്ങളോട് ഇത്രയും വലിയ തെറ്റ് ചെയ്തത്. അല്ല ബാപ്പ, ഞാൻ ഇത്രയും കാലം ബാപ്പനെ ശപിച്ചുകൊണ്ടാണ് ജീവിച്ചത്. ഇല്ല മോനെ, ബാപ്പ എല്ലാം പുറത്തു തന്നിരിക്കുന്നു. അല്ല പൊന്നു മോനല്ലേ ഞാൻ തിരിഞ്ഞ് നോക്കാണ്ട് നിന്നേ. ഫ്രഷായിട്ട് വന്നിട്ട് ശരി, ഞാൻ വരും. ഹലോ ഹലോ നമസ്കാരം. വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ? കുട്ടികളും കിട്ടിയില്ല, ആരും പുറത്തൊന്നും പോകുന്നില്ലല്ലോ? എല്ലാരും സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കണേ. വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടാ. മക്കളെ പോട്ടെ കേട്ടാ. ആശാ വർക്കറാണ്. ഇവിടുത്തെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിട്ട് വന്നതാ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, എല്ലാവരും സേഫ് ആയിട്ട് വീട്ടിൽ തന്നെയല്ലേ? ആരും പുറത്തൊന്നും പോകില്ലല്ലോ? ഈ ഡ്രസ് കിട്ടിയില്ല? കിട്ടിയില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല. വേറെ മക്കൾക്ക് അസുഖമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ, വിളിക്കണം കേട്ടോ. എന്റെ നമ്പർ ഇല്ല നിങ്ങളുടെ കയ്യില്? ഓക്കെ, എന്നാ ശരി, ഞാൻ വരട്ടെ. നമ്മളെ വരട്ടെ ചേട്ടാ. ചേട്ടാ ഞാൻ ആശാ വർക്കറാണ്. ഞാൻ നിങ്ങളെല്ലാം ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിട്ട് വന്നതാ. അപ്പൊ ഇതിന്റെ വിട്ട വിശേഷങ്ങള് കുറച്ച് ബുദ്ധിമുട്ടിലാണ്.
അതെ അല്ലേ? അപ്പൊ നിങ്ങളെ മകൻ ഇങ്ങനെ ഗൾഫിന്ന് വന്നിട്ടുണ്ട് എന്ന് പറയുന്നതാണോ? വന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. ക്വാറന്റൈനിലാ? ക്വാറന്റൈനിലുള്ളത് അല്ലെ? ഇവിടെ എത്തിയിട്ടല്ലേ? വേറെ നിങ്ങൾക്ക് കിറ്റ് കിട്ടിയോ? കിട്ടിയില്ലല്ലേ? ആരും എത്തിച്ചിട്ടില്ല. പിന്നെ ഈ വലിയ പറമ്പത്ത് മൂസ അടിച്ച കിറ്റ് അല്ല ഇങ്ങനെ ഒരു സഹായം, അതായത് ഇങ്ങനെയുള്ളവർക്ക് ഒരു സഹായം കൊടുക്കാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ നമുക്കൊരു സഹായം കിട്ടുമായിരിക്കും. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടുവാണെങ്കിൽ ചെറിയ സാധനങ്ങളെല്ലാം കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. അതെ അല്ലേ? ചെറിയ സാധനങ്ങളും ആവശ്യമുണ്ട് അല്ലെ? അപ്പൊ അത് അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്തിച്ചിട്ട് നിങ്ങളെ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അവരോട് പറയാം. അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ. എന്റെ ഫോൺ നമ്പർ കയ്യിലുണ്ടല്ലോ അല്ലെ? എന്നെ വിളിക്കണേ. എന്നാ ഞാൻ വരട്ടെ. ബാക്കി ആരും പുറത്തൊന്നും പോകുന്നില്ലല്ലോ, എല്ലാരും അകത്ത് തന്നെയല്ലേ? സേഫ് ആയിരിക്കുന്നില്ലേ? മറ്റു വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ അല്ലെ? എന്നാ ശരിയാ. പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങോട്ടൊരു സഹകരണം കുറവുപോലെ ഉണ്ട്. ആരും അങ്ങനെ ഇങ്ങോട്ട് വരുന്നൊന്നുമില്ല. പിന്നെ ഗൾഫിൽ വന്നത് കൊണ്ടായിരിക്കും ഒരു തോന്നലേ അല്ലേ? അത് അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളെ കൂടെ ഇല്ലേ? നമ്മളെന്നും നിങ്ങളെ കൂടെ ഉണ്ട്. നമ്മളെ ആശാവർക്കർമാരും ഡോക്ടേഴ്സും നേഴ്സേഴ്സും എല്ലാം നമ്മളെ കൂടെ ഇല്ലേ? എല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ട്. അങ്ങനെ ആരും വിചാരിക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് സഹായം എത്തിക്കാം കേട്ടോ. എന്നാ ശരിയാ, വരുന്നേ. അഷ്റഫേ, നീ വന്ന കയറിയല്ലുള്ളൂ. ഡ്രസ്സ് മാറ്റിട്ട് എങ്ങോട്ടാ? ബാബ, നമ്മൾ ഈ കൊടുത്തല്ലാത്ത ഒരു വീടും കൂടി ഒഴിഞ്ഞു പോയി എന്നിട്ട് ഫാസ്റ്റ് ഇപ്പം വിളിച്ചിനെ. ആ വീട് ഒരു അമ്മയും മകളും മാത്രം താമസിക്കുന്നത്. ആ വീട്ടിലെ കുറച്ചായിരിക്കും സാധനം കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് വരാം. ശരി പോയി. അതല്ലേ ശാന്തി ചേച്ചി, നമ്മളെല്ലാം സന്തോഷം. മാസ്റ്റേട്ടാ, എനിക്ക് രമയാ വായിക്കാം. എന്നാ ശരി, നമ്മൾ വരുന്നേ കേട്ടാ. ആ മോനെ, പണ്ട് കാലത്ത് ആ തലമുറ കുഴിച്ചിട്ടത് കൊണ്ടാണ് നമുക്ക് ഇക്കാലത്ത് ചക്ക തിന്നാൻ സാധിക്കുന്നത്. അപ്പൊ ഇക്കാലത്ത് നമ്മളെ തലമുറ കുഴിച്ചിട്ട് അടുത്ത തലമുറക്ക് ചക്ക തിന്നാൻ സാധിക്കുമല്ലോ. അതുകൊണ്ടാണ് അവർ കുഴിച്ചിട്ടത് കൊണ്ടാണ് നമ്മൾ ഈ കൊറോണ കാലത്ത് ചക്ക നന്നായിട്ട് തിന്നാൻ സാധിച്ചത് നമുക്ക്. രാജീവ, എന്താ പരിപാടി? ഇതെങ്ങോട്ട് പോയിന് രണ്ടാളും? നമ്മള് കുറച്ച് വിറ്റ് കൊടുത്ത് ബാക്കിയില്ല. ആ ശാന്തേച്ചിന്റെ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഞാനൊരു ചക്കമരം കുറ്റിടാന്ന് കരുതിയതാ. ഇല്ലാത്തയ്യല്ലേ? നല്ലതാ. കാരണം എന്താണെന്നറിയാം, ഇതെല്ലാന്നോ ഈ ഇത്രയും കാലം നമ്മളൊക്കെ കുറേ ചെറുപ്പക്കാർ ഈ കിട്ടുന്നതെല്ലാം വലിച്ചു വാരി അങ്ങ് കയറ്റുക. പുതിയ തൈ നടണമെന്നോ അല്ലെങ്കിൽ നമ്മളെ പൂർവികന്മാർ ചെയ്തതൊന്നും ഒരു ഓർമ്മയില്ലായിരിക്കും. കാരണം അവരൊക്കെ നട്ടുപിടിപ്പിച്ചത് കൊണ്ടാണ് നമ്മളിന്ന് കഴിക്കുന്നത്. ഇനി നമ്മുടെ തലമുറക്ക്, അങ്ങോട്ട് വരാൻ പോകുന്ന തലമുറക്ക് നമ്മളെ പോലെയുള്ള ആൾ, ഇപ്പം രാജീവൻ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. കാരണം മോനെ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പൊ അവനത് മാതൃകയാവും. തീർച്ചയായിട്ടും ഇത് രാജീവൻ ചെയ്യാൻ കാരണം എന്തിട്ടാ, രാജീവന്റെ അച്ഛൻ ഇതേപോലെ കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് ചെയ്തുകൊണ്ട്. തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ ഇതൊന്നും അറിയുന്നില്ല. കിട്ടുന്നത് അങ്ങനെ തിന്നുക, നടക്കുക, തടിയൊക്കെ വഷളാക്കുക, ഹോസ്പിറ്റലിലേക്ക് പോവുക, ഇങ്ങനെ രോഗിയായിട്ട് മാറുക. അപ്പൊ ഇതെന്തായാലും വളരെ കണ്ടീഷനായി. കാര്യങ്ങൾ നടക്കട്ടെ. രാജീവൻ, നമ്മൾ വരുന്നു. ശരിയാണ്. ശരി. ഇപ്പാണ് ശരിക്കും
ചക്കേന്റെ വില എന്താന്ന് ജനങ്ങൾ അറിഞ്ഞു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചക്കയൊക്കെ റോഡിൽ വീണ് കിടന്നിട്ടും തൊഴുത്തിൽ പോയാലും ഒക്കെ കൊണ്ടുപോയിട്ട് തറച്ചിടുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം പശുവിനൊന്നും ഇല്ല, ജനങ്ങൾ തന്നെ ഇത് ചിപ്സ് ഉണ്ടാക്കുന്ന കാര്യം. ചക്ക പാവപ്പെട്ടവനും പണക്കാരനും ഇത് ശരിക്കും മനസ്സിലാക്കി. ഹലോ, വാലൈക്കും അസ്സലാം. ആ കൊടുത്തു കഴിഞ്ഞു പാപ്പാ, ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുക. എന്താ പാപ്പാ? ആ അൽഹംദുലില്ലാ. ആ ആപ്പാനോടാ? അതെയാ? ആ എന്നാ ശരി വാപ്പ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. വാപ്പ വിളിച്ചു പറയാ എന്റെ വിവാഹ കാര്യം ശരിയായെന്ന്. ആപ്പ ഇപ്പം വീട്ടിൽ വന്നിട്ട് ആപ്പാനെ വിളിച്ചു പറഞ്ഞു. ആപ്പ ഇപ്പം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇന്നെല്ലാം കൊണ്ട് നല്ല ദിവസമാണല്ലോ ഭാസ്കരേട്ടാ. നല്ല മനസ്സിന്റെ ഉടമയെ പടച്ചോൻ കൈവിടില്ലടോ അസർഫേ.